ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലൈറ്റുകളുടെ ലോകത്താണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ഓണാഘോഷത്തിൻ്റെ ചില പരിപാടികളുടെ ഇടയിൽ നിന്നുമാണ് വീഡിയോ എടുക്കുന്നത്. വേറൊരു ടൈപ്പിലോട്ട് എൻ്റെ ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കളറാണ് എൻ്റെ ഫേസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് തിരുവോണം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ അവിട്ടം ദിനത്തിലെ രാത്രിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. എന്തായാലും ഫുൾ ഇതുപോലുള്ള ലൈറ്റുകൾ കൊണ്ട് നമ്മളെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ പരിസരം ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുവാണ്. കനകക്കുന്നിൻ്റെ പരിസരം മാത്രമാണ് ഇപ്രാവശ്യം ഓണാഘോഷത്തിന് വേണ്ടി ലൈറ്റുകൾ ഇട്ടിട്ടുള്ളത്. ഒരു ഓട്ടോ എടുത്തിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ ലോഡ് ബൈക്കിലൂടെ നിൽക്കുക. ഓട്ടോക്കാരന് വെപ്രാളം നോക്കിയാൽ എങ്ങും സ്ഥലമില്ല. എല്ലാവരും ബൈക്കോട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മുന്നിലോട്ടുള്ള വിശേഷങ്ങൾ കാണാം. നല്ല കിട്ടില്ലം തിരക്കായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട തിരക്ക് കണ്ട. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ആൾക്കാരിങ്ങനെ ഓടുകയാണ്. എവിടെ കൊണ്ടിടും. പല സ്ഥലങ്ങളിലും ഫ്രീ പാർക്കിംഗ് ആയിരുന്നൊക്കെ പേ പാർക്കിംഗ് ആക്കി. ഒരു ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 20 രൂപ. എന്തായാലും ഫുൾ മുതലാക്കണം കേട്ടോ. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയൊന്നുമില്ല. പിന്നെ ആൾക്കാർ വരും. ചെറിയ പരിപാടിയായാലും വലിയ പരിപാടിയായാലും ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഓണത്തിന് വൈകുന്നേരം നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. പിന്നെ കുറച്ച് ബൾബുകളും കളർ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടില്ല. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ആ ഫ്രണ്ടിൽ മാത്രമാണ് ഇപ്രാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. തെരുവോര കച്ചവടങ്ങൾ പൊടി പിടിക്കുന്നു. ആഹാ, പലതരത്തിലുള്ള വാച്ചുകൾ, ഗ്ലാസുകൾ, നല്ല രസമുണ്ട് കാണാൻ. പാനിപ്പൂരി വയ്ക്കുന്ന ഒരു കടയുടെ ഫ്രണ്ടിൽ തിരക്കാണ് കേട്ടോ. നല്ല തിരക്കാണ്. പോലീസിന് വാഹനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നല്ല കഷ്ടപ്പാടുണ്ട്. സിഗ്നൽ ഓണാവുന്നൊന്നും ആരും നോക്കുന്നില്ല. ആൾക്കാർ നല്ല രീതിയിൽ ക്രോസ് ചെയ്ത് പോവാണ്. അപ്പോൾ ചെറിയ ഓണാഘോഷത്തിൻ്റെ പരിപാടികളാണ് നമ്മളിതിൽ കാണിക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഓണാഘോഷത്തിന് മുന്നിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ വയനാട്ടിലെ പ്രശ്നം കാരണമാണ് ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. എന്തായാലും ആൾക്കാർ വരും. ഈ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ഉറപ്പായിട്ടും ആൾക്കാർ വരും. ആഹാ, കണ്ണിന് നല്ല കുളിർമയായിക്കൊണ്ട് നല്ല കളർ ബൾബുകൾ, മിന്നുന്ന ബൾബുകൾ, വാളുകൾ, ടൈപ്പ് അടിപൊളി. ആകാശത്ത് കിടക്കുന്ന ലൈറ്റുകളേക്കാൾ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഹൈഡ്രജൻ ബലൂണൊക്കെ എങ്ങനെ പൊങ്ങിയിട്ട് ലൈനിൽ തട്ടി നിൽക്കുക കേട്ടോ. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറുന്നതിന് 50 രൂപ പാസ് മേടിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാമുകളുണ്ടെന്നാണ് പറയുന്നത്. അത്ര കാര്യമായ പരിപാടികളൊന്നുമില്ല. പക്ഷെ 50 രൂപ പാസ് മേടിക്കുന്നുണ്ട്. വയനാടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും വരുന്ന ലാഭം എത്ര ആയാലും അത് അങ്ങോട്ടത്തേക്ക് അയക്കുമെന്നാണ് പറയുന്നത്. 50 രൂപ ചാർജ്. ഒപ്പം
സ്കിൻ സോഫ്റ്റും സുന്ദരവുമാക്കുന്നു. സാധാ വെളിച്ചെണ്ണയിൽ നിന്നും ഞാൻ നോർമൽ വെർജിൻ. ഈ പ്രോഗ്രാമൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസാണ്. അതുകൊണ്ട് ഫുൾ ഏഷ്യാനെറ്റിൻ്റെ പരസ്യം കേട്ടോ. ഇതിനകത്ത് എവിടെ തിരിഞ്ഞാലും ഏഷ്യാനെറ്റിൻ്റെ പരസ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ 50 രൂപ പാസ് എടുക്കണം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. പക്ഷെ കാര്യമായ ആൾക്കാരൊന്നും ടിക്കറ്റ് കൗണ്ടറിലില്ല. ഇവിടെ ആൾക്കാർ വെറുതെ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ടിക്കറ്റ് എടുക്കാതെ ആരും അകത്തോട്ട് കടത്തി വിടില്ല കേട്ടോ. ഇതിനകത്ത് ആർക്കും കയറി പോകാൻ പറ്റത്തില്ല. എല്ലാവരും തിരിച്ചോടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത ഗേറ്റാണ്. ഇവിടുത്തെ എല്ലാ ഗേറ്റും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ തുരപ്പം വരെ ഏത് വഴിയെങ്കിലും ടിക്കറ്റ് എടുക്കാൻ അകത്ത് കയറും കേട്ടോ. വേറെ ഒരുപാട് വഴികളുണ്ട് ഇതിനകത്ത് കയറിപ്പോവാൻ. നമ്മളിപ്പോൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറിയാലും തൻ്റെ ഫ്രണ്ടിലേക്ക് കാണുന്ന കുറേ റിബണും കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് കെട്ടി വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്തെ കുറേ കളർ ബൾബുകളും. അല്ലാതെ ഇവിടെ കാര്യമായിട്ട് എന്തോ ഒരു നാടകമുണ്ട്, അല്ലാതെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ചുമ്മാ ഒരു 50 രൂപ എടുത്ത് ഇതിനകത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഇത് തന്നെയാണ് അകത്തുള്ളത്. ഇതേപോലെ ഒരുപാട് റിബണുകളും കാര്യങ്ങളും കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പല മൂലകളിലായിട്ട്. പിന്നെ ഇത് കണക്ക് കുറേ കളർ ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് കലാപരിപാടികൾ ഇതിനകത്തുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അകത്ത്. വെളിയിൽ മാത്രമേ ഉള്ളൂ തിരക്ക്. കുട്ടികൾക്കായിട്ടുള്ള സംഭവങ്ങൾ.
പ്രോഗ്രാമിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വായിക്കാൻ അവസരം ഒരുക്കുകയാണ്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ന്യൂസ് വായിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ലൈവായിട്ടാണ് കടത്തി വിടുന്നുണ്ടോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിനകത്ത് നല്ല തള്ളമുണ്ട്. ന്യൂസ് വായിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കാണാൻ ആളെ നിർത്തി ക്യാമറയ്ക്ക് മുന്നിലായിട്ട് ന്യൂസ് വായിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ന്യൂസ് വായിക്കാൻ കാണാം. ന്യൂസ് വായിക്കാനുള്ള തള്ളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇവർ ഇവിടെ തന്നെ കൊടുക്കുന്നതാണോ അത് ലൈവിൽ കൂടെ കയറ്റി വിടുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഒരുപാട് ആൾക്കാർ അതിനകത്തോട്ട് കയറുന്നുണ്ട്. കൊള്ളാം. കുലുക്കിലധികം കുലുക്കില്ല കേട്ടോ. ഇവരെ കുലുക്കിയിലെ ശക്തിയാണ് കേട്ടോ. കുലുക്കി ടേബിൾ മൊത്തം വലിയ കുഴിയായി മാറി. ഇമാതിരി പൊക്കണം. സമയം 8 മണിയാവാൻ പോകുന്നു. നല്ല ജനപ്രവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു പെറ്റ്സിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാമുണ്ട്, വളർത്തു മൃഗങ്ങൾ. അപ്പോൾ അത് കാണാനുള്ള തിരക്കുണ്ട്. ഇവിടെ നല്ല ആളുണ്ട്. താഴോട്ടൊന്നും പിന്നെ വലിയ ആളൊന്നും കാണുന്നില്ല. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അകത്ത് മാത്രം ആർക്കും കയറാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തോട്ട് ആരെയും കയറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആരും കയറാത്തതുകൊണ്ടേ പുല്ലൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിക്കോളൂ മതി വരുവോളം അടിക്കോളൂ. അങ്ങനെ ആടാനായിട്ടേ ഇവിടെ ഒരുപാട് മരങ്ങളിൽ ഇവിടെ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊഞ്ഞാലിങ്ങനെ തകൃതിയായിട്ട് എല്ലാവരും ആടിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു മരത്തിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറം മൊത്തം ഊഞ്ഞാലാണ്. കുറ്റിരിട്ടത്ത് കാണുന്നു കേട്ടോ. എന്താ സംഭവം എന്നറിയാൻ വയ്യ. സംഭവം ഇതിൻ്റെ
ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരാളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എന്തോ ഈ പരിപാടിയെക്കുറിച്ച് പറയാനുണ്ട്. എന്താണെന്നുള്ള ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. എന്താണ് ചേട്ടാ പറയാനുള്ളത്? ഞാനൊരു തിരുവനന്തപുരം നിവാസിയാണ്. എനിക്ക് 55 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ ഈ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു പ്രതിഭാസമായിപ്പോയി. കാര്യം ഇത് ഈ ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ആഘോഷമാണ്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമെന്നുള്ളത്. പക്ഷേ ഇപ്പം ഈ മനുഷ്യൻ ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇവിടെ ഈ കനകക്കുന്ന് ഇതിൻ്റെ അകത്ത് കയറുന്നതിന് വേണ്ടി ഒരു 50 രൂപ എൻട്രി ഫീസ് ആയിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇത് വളരെ ഒരു വല്ലാത്തൊരു പിടിച്ചുപറിയാണ്. എന്നാൽ ഇത് വല്ലാത്തൊരു പ്രതിഭാസമായിപ്പോയി. ഇത്രയും വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇവിടെ 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 നമ്മൾ മൊത്തത്തിൽ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ കാണുന്നതിൻ്റെ ഒരു പകുതി പോലും ആൾക്കാർ ഇതിനകത്തില്ല.
ഇത് കണ്ടോ, കയറി പോകാനൊക്കെ വളരെ ആൾക്കാർ കുറവാണ്. ഈ 50 രൂപ ടിക്കറ്റ് കാരണമാണ് ആൾക്കാർ കയറാത്തത്. ഈ ചെറിയൊരു പരിപാടിക്ക് 50 രൂപ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായി പോയി. അപ്പോൾ നമ്മളിനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ അവർ തിരക്ക് കാണാം. ആൾക്കാർ കയറാൻ പറ്റാതെ ഇവിടെ കിടക്കുവാണ്. വെളിയിലത്തെ തിരക്ക് കണ്ട് ഞെട്ടുവാണ്. പക്ഷെ ആരും അകത്തോട്ട് വലുതായിട്ട് കയറുന്നില്ല. ഇവിടെ വരുന്നവരൊക്കെ ടിക്കറ്റ് ചാർജ് ആദ്യം അങ്ങനെ അറിഞ്ഞിട്ട് അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, കയറണോ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് ഇത്രയും തിരക്ക്. ഓണാഘോഷത്തിൻ്റെ മെയിൻ സാധനം പോകുന്നത് കേട്ടോ. നമ്മളെ ഡബിൾ ടക്കർ സിറ്റി ഓപ്പൺ ബസ്സാണ് പോകുന്നത്. അതിൽ കുറേ ആൾക്കാരുണ്ട്. ഓണത്തിന് എന്തായാലും ബസ്സിനകത്ത് നല്ല തിരക്കാണ്. നമ്മളെ മുന്നിലുണ്ട് നഗര കാഴ്ചകൾ, സിറ്റി റൈഡ്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാണ് ഗൈസ്. ഒരു അടിപൊളി വണ്ടി ഇങ്ങനെ പോവാണ് കേട്ടോ. പുള്ളി ഒറ്റയ്ക്കാണല്ലോ, സാധാരണ ടേബിൾ ഉണ്ടാവാറുള്ളതാണല്ലോ. ഒരു ചെറിയ ഓപ്പൺ ജീപ്പ് അങ്ങനെ പോവാന്ന്. സൂപ്പർ തന്നെ. എന്തായാലും ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു അന്തമില്ല, കിടിലം തിരക്കാണ്. പക്ഷേ അതിനകത്ത് ആരുമില്ല, വളരെ കുറവുള്ള ആൾക്കാർ മൊത്തം ഇതിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. 50 രൂപ ടിക്കറ്റ് ചാർജ് വെച്ചത് കാരണം ആരും അകത്തോട്ട് കയറുന്നില്ല എന്നുള്ളതാണ്.